പാറ്റകൾക്കുള്ള ഹിറ്റടിച്ചപ്പോൾ പുറത്തു ചാടിയിരിക്കുന്നത് ഉഗ്ര വിഷമുള്ള പാമ്പുകളാണ്. അതെ, ഉഗ്ര സർപ്പങ്ങൾ ഇപ്പോൾ പുറത്തു ചാടിയിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. മോദിയുടെ ഹിറ്റ് ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ ഒരു ചൊല്ല് പറയാറുണ്ട്, രാജാവ് ശരിയാണെങ്കിൽ, ശക്തനാണെങ്കിൽ, കാര്യപ്രാപ്തിയുള്ളവനാണെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ശത്രുനിരകൾ എല്ലാം തന്നെ ഒന്നിച്ചു നിൽക്കും. അവരുടെ നിലനിൽപ്പ് രാജാവ് ശരിയായിരിക്കുന്നത് കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാന പ്രശ്നമായി മാറുന്നത്. അതെ, അതിനെ ഉദ്ധരിച്ചുകൊണ്ട്, അതിനെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരു കുറിപ്പിട്ടിരിക്കുന്നു. അതൊന്ന് നോക്കാം. ചില സിനിമകൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്ര ഉപദ്രവം ഉണ്ടോ അത്രയും ഉപദ്രവം നീറ്റ് പരീക്ഷ രണ്ടാമത് എഴുതിയത് കൊണ്ട് സമൂഹത്തിനുണ്ടായിട്ടില്ല. പാറ്റയ്ക്കടിച്ച ഹിറ്റിൽ പല പൊയ്മുഖങ്ങളും പുറത്തു ചാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നീറ്റ് പരീക്ഷ, കുട്ടികളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ചില സിനിമാ സെലിബ്രിറ്റികൾ കരഞ്ഞു ബഹളം വെക്കുന്നുണ്ടല്ലോ. ചിലരുടെ സിനിമ അടുത്ത ആഴ്ച റിലീസാകാനുണ്ട് എന്നതിനായുള്ള ഇൻഡയറക്റ്റ് പ്രൊമോഷനാണ് സംഭവം. ചിലർക്ക് FCRA ഫണ്ട് നിയന്ത്രണം വരുമോ എന്ന പേടിയും ദേഷ്യവും ഇവിടെ തീർക്കുന്നു. ചിലർ ചില്ലറ മേടിച്ച് അഭിപ്രായം പറയുന്നു. ചിലർക്ക് ദേശീയ അവാർഡ് കിട്ടാത്തതിൻ്റെ ദേഷ്യം എക്സെട്ര. ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത്. അടുത്ത് മറ്റൊന്ന് എന്ന് പറയുന്നത്, 1000 ആളുകൾ പോലും ഇല്ലാത്ത ഒരു സിനിമാ സംഘടനയുടെ കുശുമ്പ്, കടിപിടി, പാരവെപ്പ്, ഈഗോ പോലുള്ള കുഞ്ഞു പ്രശ്നങ്ങൾ പോലും ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത ചില സിനിമാക്കാരാണ് ഇന്ത്യയിലെ നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ ഇവിടെ ഉശിരുള്ള ആൺകുട്ടികളുണ്ട്. കുട്ടികളുടെ, യുവാക്കളുടെ ഭാവിയിൽ ഇത്രയും ആശങ്കയുള്ള സിനിമാക്കാർ ഇനിയെങ്കിലും സിനിമയിലെ കള്ളുകുടി, മദ്യം, കഞ്ചാവ് ഉപയോഗം കാണിക്കുന്ന, അവയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സീനുകൾ സ്വന്തം സിനിമയിൽ നിന്നെങ്കിലും ഒഴിവാക്കിക്കൂടെ? സ്ത്രീവിരുദ്ധത ഡയലോഗുകൾ, ഡബിൾ മീനിങ്, തെറി ഭാഷകൾ ഇനിയെങ്കിലും കുട്ടികളുടെ നല്ല ഭാവി ആലോചിച്ച് സിനിമയിൽ കുറച്ചുകൂടെ? ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ മറ്റൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാതെ നോക്കുവാനെങ്കിലും ശ്രദ്ധിച്ചുകൂടെ? കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നുകൂടെ? കേരളത്തിൽ മദ്യനിരോധനം വേണമെന്ന് അഭിപ്രായപ്പെട്ടുകൂടെ? സിനിമാ സ്റ്റൈൽ കൊലപാതകങ്ങളും സിനിമയെ അനുകരിച്ച് പോലീസിനെ വിദഗ്ധമായി പറ്റിക്കുന്നതും ഇന്ന് കേരളത്തിൽ കൂടി വരുന്നു. സമൂഹത്തിൽ ആക്രമണ സ്വഭാവം വർദ്ധിച്ചു വരുന്നതിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നതാണ്. പണ്ട് മദ്യവും സിഗരറ്റും മാത്രമായിരുന്നു നായകൻ്റെ ഹീറോയിസം കാണിക്കാനുള്ള അളവുകോലെങ്കിൽ കഞ്ചാവ് ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് അഥവാ രാസലഹരിയാണ് നായകനും നായികയും ഒക്കെ ഉപയോഗിച്ച് അതിന് യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. സമൂഹത്തിന് മാതൃക ആകേണ്ട എത്രയോ നടീനടന്മാരെയും സംവിധായകരെയും MDMA എക്സെട്ര ഉപയോഗിച്ച് എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഹൽഗാം ആക്രമണം അടക്കം ഒന്നിലും ഒരു അഭിപ്രായവും ഈ സെലിബ്രിറ്റികൾക്ക് ഇല്ലായിരുന്നു. സിനിമയിലെ അക്രമങ്ങൾ കണ്ട് കുട്ടികളിലും ചെറുപ്പക്കാരിലും യാഥാർത്ഥ്യബോധം കുറയാൻ ഇത് കാരണമാകുന്നു. സിനിമകളിലെ അമിതമായ സംഘട്ടനങ്ങളിലും ക്രൂരതകളും കാണിക്കുമ്പോൾ അത്തരം രീതികൾ അനുകരിക്കാൻ ചിലർ, പ്രത്യേകിച്ച് മുതിരാറുണ്ട്. ലഹരി ഉപയോഗം, സ്ത്രീവിരുദ്ധത, തെറ്റായ ജീവിത രീതികൾ എന്നിവ സിനിമയിൽ ഗ്ലാമറൈസ് ചെയ്ത് കാണിക്കുന്നത് സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സിനിമകളിലെ ഭീകരമായ രംഗങ്ങൾ, ഹൊറർ അല്ലെങ്കിൽ അമിതമായ അക്രമങ്ങൾ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന നഴ്സുമാരുടെ സമരം, ആശാ വർക്കേഴ്സിൻ്റെ സമരം, PSC വിദ്യാർത്ഥികളുടെ സമരം, മുനമ്പം സമരം, സഹകരണ ബാങ്കിലെ കൊള്ള, ഇതൊന്നും ഇപ്പോൾ നീറ്റിൻ്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ കേട്ടിട്ടേയില്ല. ഇപ്പോഴത്തെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് മുമ്പും ഈ ഇന്ത്യയിൽ കേരളത്തിലടക്കം എത്രയോ സംസ്ഥാനങ്ങൾ PSC അടക്കം പരീക്ഷകൾ റദ്ദ് ചെയ്ത് എക്സാം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുപോലെ സെലിബ്രിറ്റികൾ അഭിപ്രായം പറഞ്ഞു കണ്ടില്ല. അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിമാർ രാജിവെച്ച ചരിത്രവുമില്ല. CBSE മെഡിക്കൽ എൻട്രൻസ് നടത്തുന്ന കാലത്തും ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടും ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവയാണ്. മുമ്പും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ചോർച്ച സംഭവം പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വാട്സാപ്പ് വഴിയും SMS വഴിയും ചോദ്യങ്ങളും ഉത്തരങ്ങളും പുറത്തു വന്നു. രീതി, ബീഹാർ, ഹരിയാന കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങൾ വ്യാജ ഏജന്റുമാർ വഴി ഉത്തരങ്ങൾ സമാഹരിക്കുകയും പ്രത്യേകമായി നിർമ്മിച്ച അടിവസ്ത്രങ്ങളിലും ജാക്കറ്റുകളിലും ബ്ലൂടൂത്ത് മൈക്രോ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് പരീക്ഷാ ഹാളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു. ഫലം, ഹരിയാന പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് സുപ്രീം കോടതി AIPMT പരീക്ഷ റദ്ദാക്കുകയും ആഗസ്റ്റ് മാസത്തിൽ CBSEയോട് റീടെസ്റ്റ് നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. 2. AIPMT 2011-12 ഉത്തരസൂചിക ഹൈടെക് ചോർച്ച ആരോപണങ്ങൾ. പരീക്ഷ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ചില കോച്ചിങ് സെൻ്ററുകളിലേക്കും മാഫിയകളും
SMS വഴിയായി ഉത്തരസൂചികകൾ ചോർന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. വ്യാജ ആൾമാറാട്ടക്കാരെ ഇരുത്തി പരീക്ഷ എഴുതിച്ച സംഭവങ്ങൾ അക്കാലത്ത് രാജസ്ഥാൻ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AIPMT 2004 പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് രാജസ്ഥാനിലും ഡൽഹിയിലും ചോദ്യപേപ്പർ ചോർന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്ന് കേസ് അന്വേഷിക്കുകയും ക്രിമിനൽ സംഘങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഈ വിഷയത്തിൽ ഏത് മന്ത്രിയാണ് രാജിവെച്ചത് എന്ന് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നു. 2014 മാർച്ച് CBSE പരീക്ഷകൾ, 12ാം ക്ലാസ് ഇക്കണോമിക്സ്, 10ാം ക്ലാസ് മാത്തമാറ്റിക്സ് ചോദ്യപേപ്പറുകൾ ചോർന്നതിനെ തുടർന്ന് രാജ്യത്ത് വലിയ വിവാദങ്ങളുണ്ടായി. 2013 മഹാരാഷ്ട്ര HSE സംസ്ഥാനത്ത് 12ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. 2013 മധ്യപ്രദേശിൽ വ്യാപം അഴിമതി ഉണ്ടായി. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പരീക്ഷാ കുംഭകോണങ്ങളിലൊന്നായിരുന്നു വ്യാപം. അഴിമതി 2013 പുറത്തു വന്നു. പ്രീ മെഡിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകളിലെ കോപ്പിയടിയും ചോർച്ചയും ഉൾപ്പെടെ ഇതിൽ ഉണ്ടായിരുന്നു. 2012 ദില്ലി എയിംസ് പരീക്ഷയിൽ നടത്തിയ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി പരാതി ഉയർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ ചോദ്യപേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ചോദ്യപേപ്പർ ചില സംസ്ഥാനങ്ങളിൽ ചോർന്നതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. 2006 CBSE അക്കൗണ്ടൻസി 12ാം ക്ലാസ് പരീക്ഷാ പേപ്പർ ചോർന്നു. ദില്ലിയിൽ ചോദ്യപേപ്പർ ചോരുന്ന വഴികൾ, ഇത്തരം ചോദ്യപേപ്പറുകൾ ചോരുന്നതിന് പിന്നിൽ കോച്ചിങ് സെൻ്ററുകൾ, ഉദ്യോഗസ്ഥർ, ഏജന്റുമാർ എന്നിവരടങ്ങിയ വലിയ മാഫിയ തന്നെയുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. പിന്നെ പ്രിന്റിംഗ് പ്രസ്സുകൾ, ചോദ്യപേപ്പർ അച്ചടിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള സുരക്ഷാ വീഴ്ചകൾ, ട്രാൻസ്പോർട്ടേഷൻ, പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പേപ്പറുകൾ എത്തിക്കുന്നതിനുള്ള വഴിയിൽ വെച്ച സീലുകൾ പൊട്ടിച്ച് ചോർത്തുന്നത്, ഡിജിറ്റൽ മാധ്യമങ്ങൾ വാട്സാപ്പിലൂടെ, ടെലിഗ്രാമിലൂടെയും ഗ്രൂപ്പുകളിലൂടെയൊക്കെ വേഗത്തിൽ ചോദ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിൽക്കുന്ന പരിപാടി, കേന്ദ്ര സർക്കാരിൻ്റെയും പുതിയ കർശന നിയമത്തിലൂടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ദി പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024 നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള കടുത്ത ശിക്ഷകളൊക്കെയാണ് ഇതിന് നൽകുന്നത്. സമരം നടത്താം, സന്തോഷ് പണ്ഡിറ്റ് പിന്നെ ആ കാര്യത്തിലേക്ക് വരികയാണ്. സമരം നടത്താം, പ്രതിഷേധിക്കാം, പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട്, ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് ആവരുത്. റെസ്ട്രിക്റ്റഡ് ഏരിയയിലും സുരക്ഷാ കാരണങ്ങളാൽ സമരം ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നു. നിലവിൽ ഇറാൻ അമേരിക്ക യുദ്ധകാലത്ത് പോലും വികസനത്തിലേക്ക് കുതിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിദേശ ഏജൻസികളുടെ കളിപ്പാവകളാവുകയാണ് ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ. പൊതുജനം ജാഗ്രതായി എന്ന് അദ്ദേഹം പറയുന്നു. വാൽകഷ്ണം നീറ്റ് കേസ് ഉണ്ടായ ആ മിനിറ്റിൽ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി. CBIക്ക് നൽകി അന്വേഷണം ആരംഭിച്ചു. 13 പേരെ അറസ്റ്റ് ചെയ്തു, എക്സാം ക്യാൻസൽ ചെയ്തു, എക്സാം നടത്തി. അതിൻ്റെ റിസൾട്ടും വന്നു. മിടുക്കരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പാസ്സായി. ചില സിനിമകൾ കൊണ്ടുള്ള അത്രയും ദോഷം ഈ വിദ്യാർത്ഥികൾക്ക് ഈ എക്സാം എഴുതിയതിലില്ല. വീഴുക എന്നത് തെറ്റല്ല, വീണിട്ട് എഴുന്നേൽക്കാതെ ഇരിക്കുന്നതാണ് തെറ്റ്. ഇവിടെ സർക്കാരിൻ്റെ നിലപാടിനെ പറ്റി കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട്. പിന്നെ സന്തോഷ് പണ്ഡിറ്റ് പഞ്ച് ഡയലോഗ് അതിലുണ്ട്. പണ്ഡിറ്റ് ഒന്നും വെറുതെ പറയാറില്ല, പറയുന്നതൊന്നും വെറുതെ ആകാറുമില്ല. പണ്ഡിറ്റിനെ പോലെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ അത് അടക്കം കൊടുത്തുകൊണ്ടാണ് മെസ്സേജ് മാത്രമേ അയക്കാവൂ എന്നൊക്കെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ള. ഈ പോസ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പരീക്ഷാ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. അതിനെ പറ്റിയിട്ട് കൃത്യമായ അന്വേഷണം നടത്തൂ. CBI അടക്കം അന്വേഷിക്കുന്നു. അതിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാം പിടിച്ചിട്ടുണ്ട്. പരീക്ഷ പിന്നെ കുറ്റമറ്റ രീതിയിൽ നടത്തുകയും ചെയ്തു. പ്രശ്നം പരിഹരിച്ചില്ലേ? എന്നിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ സെലിബ്രിറ്റികളെല്ലാം കൂടെ ഇളകിയിട്ടുണ്ട്. ആസിഫ് അലി, ജോജു ജോർജ്, മോഹൻലാലിൻ്റെ മകൾ വിസ്മയ, ഇന്ദ്രജിത്ത് തുടങ്ങി അങ്ങനെ സെലിബ്രിറ്റികളൊക്കെ അങ്ങ് ഇറങ്ങി ആഘോഷിക്കുകയാണത്. എന്താണ് ഇവരുടെ പിന്നിൽ? ഇവർക്കുണ്ടാകുന്ന വ്യക്തിപരമായ താല്പര്യം, ഈ പറഞ്ഞ പോലെ FCRA താല്പര്യം, ഇല്ലെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും കാശൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടികളാകാം, ഇല്ലെങ്കിൽ ഇതുപോലുള്ള പല വിഷയങ്ങളാണ് ഇവരെയൊക്കെ സ്വാധീനിക്കപ്പെടുന്നത്. ഈ പറയുന്ന, ഇല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം. ഇവർക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധത. പക്ഷേ അത് രാജ്യത്തെ മറ്റേ എലിയെ പിടിക്കാൻ ഇല്ലം ചുടരുത് എന്ന് പറയുന്ന പോലെ എലിയെ പേടിച്ചിട്ട്, അപ്പോൾ രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ തീർക്കണം. അതിന് ഈ പറയുന്ന പോലുള്ള നിലപാടുകൾ എടുക്കുന്നത് തെറ്റാണ്. അതിന് പല കാരണങ്ങൾ. സിനിമയുടെ പ്രൊമോഷനാണോ, FCRAയുടെ പ്രശ്നമാണോ, പണം കിട്ടിയിട്ടാണോ, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളാണോ, ഇങ്ങനെ പല ആരോപണങ്ങളും ഇതിനകത്ത് സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഇവരുടെ എല്ലാം താല്പര്യം. ഇതിലേതെങ്കിലുമൊക്കെ ഒന്നായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇവർ ചെയ്യുന്നത് വളരെ വലിയ രാജ്യദ്രോഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പമാണ് ഹിറ്റടിച്ചപ്പോൾ പുറത്തു ചാടിയത് ഉഗ്ര വിഷസർപ്പങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്
ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഈ വിഷസർപ്പങ്ങൾക്കൊന്നും രാജ്യത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല, ഒരു ഉത്തരവാദിത്വവുമില്ല എന്നുള്ളതാണ്. എന്താണ് രാജ്യത്തെ പ്രശ്നമെന്ന് പോലും ഇവർ മനസ്സിലാക്കുന്നില്ല. കൃത്യമായിട്ട് വീട്ടിൽ വരുത്തുന്ന പത്രം എടുത്തൊന്ന് വായിച്ചു നോക്കൂ, അതിനകത്ത് എന്താ കാര്യമൊന്നുണ്ടല്ലോ. എന്താണ് പ്രശ്നം? എന്തിന് സമരം ചെയ്യുന്നു? ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ സന്തോഷ് പണ്ഡിറ്റും വ്യക്തമാക്കുന്നു. ആ വ്യക്തമാക്കൽ തന്നെയാണ് നമുക്കും ഇതിലൂടെ പറയാറുള്ളത്. പുറത്തു ചാടിയ ഉഗ്രസർപ്പങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ആരൊക്കെയാണ് രാജ്യത്തിൻ്റെ ശത്രുക്കൾ, അവരുടെ താല്പര്യം എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.